ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മല്ലു സീരീസ് ചാനലിലെ വെൻ എ സ്നെയിൽ ഫോൾസ് ഇൻ ലവിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ പാട്ടിൻ്റെ സ്റ്റാർട്ടിങ് സീൻ തന്നെ കാണിക്കുന്നു വന്നിട്ട് ഇങ്ങനെ നമ്മുടെ ബൈ വന്നിത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരാൾ വരും. അത് വേറെ ആരുമല്ല, നമ്മുടെ ഏകില്ലേ, അവൻ്റെ അനിയനാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ അനിയനെ വന്നിട്ട് നമ്മുടെ ബൈയിനെ കൊല്ലാനായിട്ട് ആ ലൂഗർ വിട്ടതാണ്. അപ്പോൾ ഇവനായിട്ട് കൊല്ലാനായിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് ബൈയും തിരിച്ച് ഫൈറ്റ് ചെയ്യാം. അങ്ങനെ ലാസ്റ്റ് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാതാവുന്ന സമയത്ത് ഇവനാണെങ്കിൽ ബൈയിനെ തള്ളിയിട്ടിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് അങ്ങ് ചെന്നിട്ട് ലൂഗറിനെ കാണാൻ ചെല്ലും. എന്നിട്ട് പറയാണ്, സോറി, ഇപ്രാവശ്യം എനിക്ക് അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ ഇനി നെക്സ്റ്റ് പ്രാവശ്യം ഞാൻ എങ്ങനെയും കൊല്ലാന്ന് പറഞ്ഞ സമയത്ത് ലൂഗറിനെ പോലെ തന്നെ 2-3 പേരവിടെ വന്നിട്ട് പറയാണ്, നീയൊന്നും സത്യം പറഞ്ഞാൽ ഒരു കഴിവില്ലാത്തവനാണ്, നീയൊന്നും ജീവിച്ചിരിക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ലെന്നും പറഞ്ഞിട്ട് ആ ഒരു ഏകിൻ്റെ അനിയൻ്റെ കഴുത്ത് മുറിച്ചിട്ട് അവനെ കൊന്നിട്ട് അവൻ്റെ പോക്കറ്റിൽ നോക്കുകയാണ്. അപ്പോൾ അതിനകത്ത് വന്നിട്ട് ഒരു ലൊക്കേഷൻ ട്രേസ് ചെയ്യുന്നൊരു ഡിവൈസ് ഉണ്ട്. ഇത് വന്നിട്ട് ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ബൈ ആയിരിക്കും അതിനകത്തിട്ട്, കാരണം ലൂഗറിൻ്റെ ലൊക്കേഷൻ വന്ന് ട്രേസ് ചെയ്ത് വരാനായിട്ട്. അപ്പോഴേക്കും ബൈ ആണെങ്കിൽ ട്രേസ് ചെയ്ത് വരുമ്പോഴേക്കും ഈ ഒരു ഏകിൻ്റെ അനിയനെ അവിടെ കൊന്നിട്ടതിന് ശേഷം അവരെല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയി കാണും. ഡീവൻ വന്ന് നോക്കുന്ന സമയത്താണെങ്കിൽ ഏകിൻ്റെ അനിയൻ മരിച്ച് കിടക്കുന്നു. ഡീവനാണെങ്കിൽ നേരെ ചെല്ലുന്നത് നമ്മുടെ ഏകിനെ കാണാനാട്ടോ. അപ്പോൾ സമയം വന്ന് നല്ലപോലെ അർദ്ധരാത്രി ആയിട്ടുണ്ട് ഇവൻ ചെല്ലുമ്പോഴേക്കും. അപ്പോൾ ഏകി ചോദിക്കുകയാണ്, ഈ പാതിരാത്രി എന്നെ എണീപ്പിച്ചിരിക്കുന്നത് എന്തിനാണ്, എന്താ ഈ നേരത്തെ എന്തോ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാമെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ബൈ വന്നിട്ട് ഒരു മാല കാണിക്കും. അത് വേറെ ഒന്നുമല്ല, ഈ ഏകിൻ്റെ അനിയൻ്റെ കഴുത്തിൽ കിടന്ന മാലയാണ്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഏകിന് നല്ല ദേഷ്യം വന്ന് അവൻ ഷൗട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ബൈ പറയണം, നിനക്കൊരു കാര്യം അറിയും, നിൻ്റെ അനിയനെ ഒരു ദയാദാക്ഷിണ്യം നോക്കാതെ കൊന്നത് തന്നെ ആ ലൂഗറാണ്. എന്നിട്ട് നിനക്ക് ആ ലൂഗറിനെ സംരക്ഷിക്കണം എന്നാണ് ആഗ്രഹമെങ്കിലും നീ അതായിക്കോ, നമുക്ക് 2 പേർക്കും സെയിം എനിമിയാണുള്ളത്, ഇപ്പോഴെങ്കിലും നീ വാ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവന് നല്ല രീതിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാം, നിന്നെ മാപ്പുസാക്ഷിയാക്കാൻ എന്ന് പറയുന്ന സമയത്തും നമ്മൾ ഏക് പറയണം, എനിക്ക് ഇതിനെപ്പറ്റി ഒരു കാര്യം സംസാരിക്കാനില്ല, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, എനിക്ക് പോകണമെന്ന്. എന്നിട്ട് പോലും ഏക് ആണെങ്കിൽ ആ കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് തയ്യാറാവുന്നില്ല. അവിടുന്ന് സീൻ കെട്ടായി പിറ്റേന്ന് രാവിലെ കാണിക്കുകയാണ്. മൂവിൻ്റെ ഷോപ്പിലേക്ക് വന്നിട്ട് നമ്മുടെ വിറ്റ വന്നേക്കുവാണ്, കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ച് ഷിന്നിന് കൊടുക്കാമെന്നും വിചാരിച്ചിട്ട്. ആ സമയത്ത് ബൈ വിളിച്ചിട്ട് വിറ്റയുടെ അടുത്താണ്, ഇച്ചിരി എമർജൻസിയാണ്, ഒരു ക്രൈം സീനിൽ പോകണം, ഞാൻ ലൊക്കേഷൻ അയച്ചേക്കാം, നീ അങ്ങോട്ട് വരാൻ പറയാട്ടോ. അപ്പോൾ നമ്മുടെ മൂ ചോദിക്കുക, അയ്യോ ഞാൻ ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചല്ലോ, നീ വൈകിട്ട് വന്ന് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ ഇത് നാശമായി പോകും, അതുകൊണ്ട് തന്നെ ഇത് ഡെലിവറി ചെയ്യാനുള്ള അഡ്രസ്സ് പറയുകയാണെങ്കിൽ അങ്ങോട്ട് കൊടുത്തേക്കാന്ന് പറയുന്ന സമയത്ത് ആ ഡെലിവറി അഡ്രസ്സുകൾ വാട്സപ്പ് ചെയ്യാനായിട്ട് ടൈപ്പ് ചെയ്യാൻ തുടങ്ങുക. അതേ അഡ്രസ്സിലേക്ക് തന്നെയാണ് നമ്മുടെ ബൈയും വരാനായിട്ട് ഉള്ളടുത്ത് പറഞ്ഞേക്കാം. ഇതും കൂടി കണ്ട് അത് ഷിന്നിൻ്റെ അഡ്രസ്സാണെന്ന് കാണുന്ന സമയത്ത് ഷോക്കായിട്ട് വിറ്റയുടെ കയ്യിൽ നിന്ന് ഫോൺ തന്നെ തറയിൽ പോകും. ആക്ച്വലി അവളും വന്നിട്ട് നമ്മൾ ഷിന്നെ വന്ന് ശരിക്കും റിയൽ ഫ്രണ്ടായിട്ട് കാണാൻ തുടങ്ങിയായിരുന്നു. എന്നിട്ട് വിറ്റയാണെങ്കിൽ ആ ക്രൈം സീനിലേക്ക് പോകട്ടെ. അപ്പോൾ പോകുന്ന സമയത്ത് നമ്മൾ ഷിന്നിൻ്റെ നെഞ്ചെല്ലാം കുത്തിക്കീറി വെച്ചിട്ട് ഒരാൾ വൈറ്റ് ടവൽ വെച്ചിട്ട് നല്ല ക്ലീൻ ആയിട്ട് മൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് വിറ്റ് ഷോക്കായി നിൽക്കുക, പക്ഷെ അവൾ കരയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അവിടെയുള്ള പോലീസുകാർ ബാക്കിയുള്ളവർ പറയണം, ഓ അപ്പോൾ അവൾക്ക് ഇമോഷണലി എന്തായാലും കൺട്രോൾ ഉണ്ടല്ലോ, ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ആളാണെങ്കിലും ഇവൾ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നല്ലോ എന്ന്. അപ്പോൾ നമ്മുടെ ബൈ ചോദിക്കണം, ആരാണ് ഇത് ഫസ്റ്റ് കണ്ടേന്ന് ചോദിക്കുന്ന സമയത്ത് ഇവർ പറയുന്നത് സെന്നാണ്. മാത്രമല്ല സെന്നിൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചിട്ട് സെന്ന് വാദമൊന്നും പറയുന്നില്ല, വിറ്റയുടെ അടുത്ത് മാത്രമേ കാര്യങ്ങൾ പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ വിറ്റ വരാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്തതെന്ന് പറയുവാണ്. വിറ്റ ചെന്നിരുന്നോട് കൂടി തന്നെ സെൻ പൊട്ടി കരയാൻ തുടങ്ങും. അവളുടെ കൈയൊക്കെ പിടിച്ച് കരയുന്ന സമയത്ത് വിറ്റ പറയാണ്, നീ ഒരാൾ വിചാരിച്ചെങ്കിൽ മാത്രമാണ് ഈ കേസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, നീ സത്യം പറ, നിനക്ക് എന്താണ് നീ കണ്ടത് എല്ലാം ക്ലിയർ ആയിട്ട് പറയാൻ പറയുകയാണ്. അപ്പോൾ ആദ്യം തന്നെ സെന്ന് വന്നിട്ട് വിറ്റയ്ക്കൊരു മെസ്സേജ് കാണിക്കുകയാണ്. അത് വേറൊന്നുമല്ല, ഇന്നലെ രാത്രി 10 മണിയായപ്പോൾ നമ്മുടെ ഷിൻ വന്നിട്ട് ഒരു മെസ്സേജ് വന്നിട്ട് നമ്മുടെ സെൻ ചെറുക്കനെ അയച്ചിട്ടുണ്ട്. വേറൊന്നുമില്ല, എൻ്റെ പിന്നാലെ ആരോ വരുന്നുണ്ട്, എനിക്ക് ടെൻഷനാവുന്നു, എന്നെ ഒന്ന് രക്ഷിക്കാൻ വരണേന്ന്. പക്ഷേ ഇവൻ ആ മെസ്സേജ് കണ്ടത് രാവിലെ 5 മണിക്കാണ്. ഞാനിങ്ങോട്ട് എത്തുമ്പോഴേക്കും ഇവൾ വന്ന് ഇതുപോലെ മരിച്ച് കിടക്കുമായിരുന്നു. അപ്പം ഞാൻ ഈ ടവലെടുത്ത് മുഖം ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ടവലിച്ചിട്ട് മാറ്റി നോക്കിയായിരുന്നു എന്ന് പറയുവാണ്. അപ്പോൾ വിറ്റ് ചോദിക്കുകയാണ്, എങ്ങനെയായിരുന്നു ആ ടവൽ മൂടിയിട്ടിരുന്നത്, ഭയങ്കര മെസ്സി ആയിട്ടാണോ ഇട്ടിരുന്നത് അതോ നല്ല വൃത്തിയായിട്ടാണോ ഇട്ടിരുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൻ പറയണം, നല്ല വൃത്തിക്ക് അവളെ വന്ന് മൂടിയാണ് ഇട്ടിരുന്നതെന്ന്. എന്നിട്ട് ബൈയും അതുപോലെ തന്നെ വിറ്റയും കൂടിയിട്ട് അവളുടെ ബെഡ്റൂം എല്ലാം ചെക്ക് ചെയ്യാനായിട്ട് പോകും. അപ്പോൾ ബൈ പറയണം, ഓക്കെ നിനക്ക് ഞാൻ ഒരു ചാൻസ് കൂടി തരാം, നീ ബെഡ്റൂം നല്ലപോലെ വീക്ഷിച്ചിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ക്ലൂ കിട്ടുവാണെങ്കിൽ എൻ്റെ അടുത്ത് പറയാൻ പറയാം. അപ്പോൾ ബൈ ഇതെല്ലാം നോട്ട് ചെയ്തിട്ടാണ് അവൻ ഓൾറെഡി നിൽക്കുന്നത്. വിറ്റ് നോക്കുന്ന സമയത്ത് എല്ലാ ഡ്രസ്സും നല്ലപോലെ അറേഞ്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്, പക്ഷേ ഒരു കബോർഡിനകത്ത് മാത്രം ഡ്രസ്സൊന്നും കിടപ്പില്ല, അതങ്ങ് റിമൂവ് ചെയ്ത പോലെ. അപ്പോൾ ബൈ ചോദിക്കുകയാണെങ്കിൽ എനിക്കിത് കണ്ടിട്ട് എന്താ തോന്നുന്നതെന്ന് ക്ലിയർ ആയിട്ട് ചോദിക്കുമ്പോൾ വിറ്റ് പറയണം, ആക്ച്വലി ഇതിനകത്ത് ഒരു ടീമിൻ്റെ ഡ്രസ്സ് ഉണ്ടായിരുന്നു, പക്ഷേ അത് ഇവിടുന്ന് റിമൂവ് ആയിട്ട് പോയിട്ടുണ്ട്. മാത്രമല്ല ആ ഡ്രസ്സ് കിടന്നു കൊടുത്ത് ഒരു സിഗ്നേച്ചർ സ്മെല്ലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മളൊരു പെർഫ്യൂം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു കമ്പനി ബ്രാൻഡിന് അതിൻ്റേതായ പെർഫ്യൂം കാണാം, അത് ആർക്ക് വേണമെങ്കിലും വാങ്ങിച്ച് യൂസ് ചെയ്യാമല്ലോ. പക്ഷേ സിഗ്നേച്ചർ ബ്രാൻഡ് എന്ന് പറയുമ്പം നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നമുക്ക് സ്പെഷ്യലായിട്ട് ചില സ്മെല്ലുകളൊക്കെ ആഡ് ചെയ്തിട്ട് അവർക്ക് മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു സിഗ്നേച്ചർ സ്മെല്ലാന്ന് വിറ്റ പറയുകയാണ്. അപ്പോൾ വന്നിട്ട് നമ്മുടെ
നിക്കിനെ വന്നിട്ട് നമ്മുടെ ബൈ വിളിക്കും. വേറെ പറഞ്ഞാൽ നിക്കിനൊരു പ്രത്യേക കഴിവുണ്ട്. അവനാണെങ്കിൽ ഏത് സ്പ്രേയുടെ സ്മെല്ലാണെങ്കിലും മണത്ത് നോക്കിയിട്ട് അത് ഏതിൻ്റെയാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവൻ മണത്ത് നോക്കിയിട്ട് പറയുകയാണെങ്കിൽ ഇത് വന്നിട്ട് ഈ സ്പ്രേ വന്ന് സിഗ്നേച്ചർ സെൻ്റാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലപോലെ അന്വേഷിച്ചെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. വേറെ ആരെങ്കിലും കയ്യിലുണ്ടോ എന്ന് ആലോചിക്കുന്ന സമയത്ത് വിറ്റ് പറയണം ഈ സ്മെല്ല് എനിക്ക് നല്ലപോലെ പരിചയമുള്ള സ്മെല്ലാണ്, പക്ഷേ ഇത് ആരുടെ സ്മെല്ലാണെന്നുള്ളത് എനിക്ക് കറക്റ്റ് ഇപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്ന സമയത്ത് ബൈയും അതുപോലെ നിൽക്കും പറയണം നീ ഒരു കാര്യം ചെയ്യും, നീ അത് ആലോചിച്ചിട്ട് പറ, എന്തുവരെ ഞങ്ങൾ അതിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറയുകയാണ്. എന്നിട്ട് ഇവർ ഓഫീസിൽ വന്നതിന് ശേഷം ഈ കേസിനെ പറ്റി എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ബൈ ചോദിക്കുവാണ് നമ്മുടെ ലിങ്കിൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും CCTV ക്യാമറ ഫുട്ടേജ് ഒന്നും കിട്ടാനില്ലയോ, അവർ ഇത്രയും പൈസക്കാരല്ലെന്ന് ചോദിക്കുന്ന സമയത്തും പ്രൈവസിക്ക് വേണ്ടി അവിടെ CCTV ഫുട്ടേജ് ഒന്നും നമ്മൾ ഷിൻ വെച്ചിട്ടില്ലെന്ന് പറയുവാണ്. മിങ് വന്നിട്ട് പറയുകയാണ് നമ്മൾ വിചാരിച്ച പോലെ ഫുട് പ്രിൻറ്റ്സോ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ്സോ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ ക്രൈം ചെയ്ത ആൾ വന്നിട്ട് ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു, അതെല്ലാം തന്നെ ക്രൈം കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്തിട്ട് പോയിട്ടുണ്ടെന്ന്. എന്നിട്ട് നിക്ക് വന്നിട്ട് അവരുടെ ഫാമിലി ഡീറ്റെയിൽസിനെ പറ്റി പറയാം. നമ്മുടെ ഷിന്നിൻ്റെ പപ്പ വന്ന് സൂസൈഡ് ചെയ്ത് മരിച്ചു പോയതാണ്, അമ്മയും മരണപ്പെട്ടതാണ്. അപ്പോൾ അവളെ നോക്കി വളർത്തിയതെല്ലാം വന്ന് ഇവളുടെ അങ്കിളാണ്, എന്ന് വെച്ചാൽ പപ്പയുടെ അനിയനാണ്. മരണശേഷം ഇവളുടെ പപ്പ സൂസൈഡ് ചെയ്ത് മരിച്ചതിന് ശേഷം ഈ ഒരു കമ്പനി ഏറ്റെടുത്ത് നടത്തിയത് തന്നെ ഇവളുടെ അങ്കിളാണ്. ഈ അങ്കിളാണ് ഇപ്പോഴത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ CEO എന്ന് പറയുന്നത്. ആൾക്ക് വന്നിട്ട് മക്കളുടെ കാര്യം മരുമക്കളുടെ കാര്യം എല്ലാം പറഞ്ഞിട്ട് അവരെല്ലാവരും ചോദ്യം ചെയ്യാം. ഇതേ സമയം വിറ്റ് വന്ന് ബാക്കി എല്ലാവരും ഫാമിലി മെമ്പേഴ്സിനെ എല്ലാം ചോദ്യം ചെയ്യുന്ന സമയത്ത് വിറ്റയുടെ അടുത്ത് മാത്രമല്ലേ സെൻ കാര്യങ്ങൾ പറയൂ. അവിടെ തന്നെ വിറ്റ് നിന്ന് സെന്നിനെ ചോദ്യം ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ വിറ്റ് ചോദിക്കുന്ന ആദ്യത്തെ കാര്യം നീ ഇങ്ങനെ രാത്രി 10 മണി തൊട്ട് 5 മണി വരെ എവിടെയായിരുന്നെന്നും. നമ്മൾ ഷിന്നിൻ്റെ അങ്കിളിൻ്റെ മരുമോൻ്റെ പേരാണ് യുധിച്ചായ്. ഇനി മറ്റേ യുധിച്ചായ് എന്ന് പറയുന്ന ആളെ വന്ന് ചോദ്യം ചെയ്യുന്നത് നമ്മുടെ നിക്കാട്ടോ. അപ്പോൾ അയാളാണെങ്കിൽ നമ്മൾ നിക്കിൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്യുക മാത്രമല്ല ബാക്കി എല്ലാ ഫാമിലി മെമ്പേഴ്സിന് ചോദ്യം ചെയ്യുമ്പോഴും എല്ലാവരും ഷിന്നിനെ എതിരായ രീതിക്ക് സംസാരിക്കുന്നത്. ഷിന്നൊരു ചീത്ത പെങ്കൊച്ചാണ്, അവൾ ശരിയല്ല, അവൾക്ക് കുറേ ആണുങ്ങളായിട്ട് അഫെയർസ് ഉണ്ടായിരുന്നു, ആ രീതിക്കാണ് നമ്മൾ ഷിന്നിന് ഭയങ്കര ബാഡായിട്ടുള്ള രീതിക്കാണ് അവരെല്ലാവരും പറയുന്നത്. മാത്രമല്ല അവൾക്ക് അങ്ങനെ വന്നില്ലെങ്കിൽ അത് ചെയ്യുള്ളൂ എന്നുള്ള രീതിക്കും അവൾ ഭയങ്കരമായിട്ട് താഴ്ത്തി കെട്ടിയാണ് സംസാരിക്കുന്നത്. പക്ഷേ ഈ ഒരു സെൻ എന്ന് പറയുന്ന ഈ ഒരു പയ്യനുണ്ടല്ലോ, അവൻ മാത്രമാണ് ഷിന്നിന് എപ്പോഴും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. നമ്മുടെ വിറ്റിയാണെങ്കിൽ നേരെ പയ്യനായിട്ട് പറയുകയാണ് ആ സെന്റ് എവിടെ നിന്ന് വന്നതെന്ന് എനിക്ക് മനസ്സിലായി, നമ്മുടെ സെന്നിൻ്റെ മേല് ഈ ഒരു സെന്റ് ഉണ്ടെന്ന് പറയണം. അതുകൊണ്ട് തന്നെ അവർ വന്ന് സെന്നിന് ചോദ്യം ചെയ്യാനായിട്ട് അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയേക്കുവാണ്. അപ്പോൾ ഈ സെന്റ് നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുന്ന സമയത്ത് സെൻ പറയണത് കഴിഞ്ഞ വർഷം വന്നിട്ട് എനിക്ക് വന്നിട്ട് ഷിന്നി ഗിഫ്റ്റ് ചെയ്ത, അതുപോലെ അവൾ വേറെ ആർക്കും കൂടി ഈ ഒരു സെന്റ് കൊടുക്കുന്ന എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ മുന്നിൽ ഇപ്പോൾ സസ്പെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെന്നാണ്. എന്നിട്ട് ബൈ ചോദിക്കുന്നുണ്ട് നീ സത്യം പറ, നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പറയണം ഞാൻ കുളിച്ചിട്ട് കിടന്നുറങ്ങിപ്പോയി, അല്ലാതെ വേറെ ഒന്നുമില്ല, ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ കിടന്നുറങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ വാദിക്കാൻ നിൽക്കും കേട്ടോ. അപ്പോൾ ആ സമയത്തും നിക്ക് വന്ന് ബൈൻ്റെ അടുത്തൊരു കാര്യം പറയുകയാണ്. ഇന്നലെ സെൻ വന്ന് ബാറിൽ നിന്ന് ഒരു ഫീമെയിൽ മോഡലിനെ വന്നിട്ട് ഇവൻ്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇന്നലെ നൈറ്റ് സ്റ്റാൻഡ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം വന്ന് പറയാം. അപ്പം നമ്മുടെ ബൈ ചോദിക്കുവാണ് ഈ കാര്യം നിനക്ക് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നോ, നിനക്ക് എന്തുവാ ജയിലിലെങ്ങാനും പോയി കിടക്കുന്ന ഇത്രയും താല്പര്യമാണോ എന്ന് പറഞ്ഞിട്ടും സെന്നിൻ്റെ അടുത്ത് ചൂടാവും. അപ്പം നമ്മുടെ സെൻ പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം സമാധാനമായി, വിറ്റ് ഈ കാര്യമൊക്കെ അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് സമാധാനമായോ എന്ന് പറയാം. ആക്ച്വലി ഇവൻ വന്ന് വിറ്റ് അറിഞ്ഞ ഇവനെ പറ്റി എന്തോ വിചാരിക്കുന്ന രീതിക്കാന്ന് തോന്നുന്നു അത്രയും നേരം കാര്യം തുറന്ന് പറയാൻ. ഒരു വിറ്റാണെങ്കിൽ വാസുവിനെ വിളിച്ചിട്ട് പറയുകയാണ് ഇങ്ങനെ നമ്മുടെ ഷിൻ മരിച്ചു പോയി എന്നുള്ള കാര്യമൊക്കെ വിളിച്ച് പറയാം. അപ്പം നമ്മുടെ വാസു പറയുകയാണ് നീ എന്നെ വെയിറ്റ് ചെയ്തിട്ട് വീട്ടിൽ ഇരിക്കൊന്നും വേണ്ട, ഞാൻ ലേറ്റ് ആവും, ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ കാണാൻ പോവാമെന്ന് പറയണം. ആ സമയത്ത് ഇവൾ ഫോണൊക്കെ വെച്ച് കഴിയുമ്പോൾ ബൈ വന്നിട്ട് പറയുകയാണ് എനിക്കറിയാം ഷിൻ വന്ന് എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടായിരുന്നു, അവൾ നഷ്ടപ്പെട്ടപ്പോൾ നിനക്ക് സങ്കടം ഉണ്ടെന്ന് എനിക്കറിയാം, ഇത് നിൻ്റെ വർക്കിനെ ബാധിക്കത്തില്ലയോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ വിറ്റ പറയുകയാണ് അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല, വർക്കിൽ കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് വിറ്റ അവിടെ നിന്ന് പോകട്ടെ. പക്ഷെ ബൈക്ക് മനസ്സിലായെന്ന് തോന്നുന്നു അവൾ കുറേ അങ്ങ് സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടിരിക്കുവാന്ന്. അന്ന് രാത്രിയായിട്ടും വിറ്റ് വന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. രാത്രി ഏകദേശം ഒരു 1 മണിയൊക്കെ ആയി. അപ്പോൾ നമ്മുടെ ബൈ വന്നിട്ട് പറയണം അവളടുത്ത് നീ ഒരു കാര്യം ചെയ്യ്, കോട്ട് ഇട്ടിട്ട് ഇപ്പോൾ തന്നെ ഫിസിക്കൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് എൻ്റെ കൂടെ വരാൻ പറയാം. അപ്പോൾ വിറ്റ് ചോദിക്കണം ഈ രാത്രി 1 മണിക്കോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ബൈ പറയണം ഇന്ന് നിനക്ക് ഇങ്ങനെ ഒരു കേസ് വന്നോണ്ട് നീ ഇന്ന് പ്രാക്ടീസിന് വന്നില്ല, അവൾ എന്തായാലും ഈ രാത്രി ഒന്ന് നോക്കണേ പ്രാക്ടീസിന് വരാൻ പറഞ്ഞിട്ട് ഇവളുടെ അടുത്ത് ഓടാൻ പറയാം. അപ്പോൾ ഇവളിങ്ങനെ ഓടി ലാസ്റ്റ് ക്ഷീണിച്ച് നിൽക്കുന്ന സമയത്ത് പറയാം നിൽക്കാനൊന്നും പറ്റത്തില്ല, നിൽക്കാനൊന്നും പറ്റത്തില്ലെന്നും. അപ്പോൾ ഇവൾ ലാസ്റ്റ് ഓടി പോയി തളർന്ന് വീഴാൻ പോവാണ്. അപ്പോൾ ബൈക്ക് കാര്യം മനസ്സിലായി, കാരണം ഈ സങ്കടമൊക്കെ ഉള്ളിലിരുന്ന അവൾക്കാണെങ്കിൽ നെഞ്ച് വേദനിക്കാൻ തുടങ്ങി, കാരണം ആ വേദനയുടെ ഒരു ഇത് എന്നുവെച്ചാൽ ആ ഒരു സങ്കടത്തിൻ്റെ ഒരു ഇതുകൊണ്ട്. അപ്പോൾ ഇവ എന്തെന്ന് വെച്ചാൽ ഇവളെ ഹഗ് ചെയ്തിട്ട് പറയണം നിനക്ക് എന്ത് സങ്കടം എനിക്ക് കരഞ്ഞു തീർക്കും, ഞാനും ഒരിക്കൽ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയതാണ്, അവിടെ എനിക്ക് നല്ല വൃത്തിയായിട്ട് നിൻ്റെ സങ്കടം എന്താണെന്ന് മനസ്സിലാവും, നീ നിൻ്റെ സങ്കടമൊക്കെ കരഞ്ഞു തീർക്കുക എന്ന് പറഞ്ഞിട്ട് ഇവളെ അങ്ങ് ആശ്വസിപ്പിക്കുവാണ്.
അപ്പോൾ ബൈ പറയുകയാണ്, നീ ആക്ച്വലി എല്ലാ കേസിലും നിൻ്റെ ആ ഒരു ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കായിരുന്നു, പക്ഷേ ഈ ഒരു കേസിൽ മാത്രം നിനക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റാത്തത് നിൻ്റെ ഇമോഷൻസിനെ ഇതിനകത്ത് കൊണ്ടുവരുന്നതുകൊണ്ടാണെന്ന്. എന്നിട്ട് വിറ്റ കരഞ്ഞുകൊണ്ട് പറയുവാണ്, നമ്മുടെ ഷിന്നിനെ പറ്റി സെന്ന് പറയുന്ന കാര്യം വെച്ച് ചോദിക്കുക, ഷിൻ നല്ലതാണെന്ന് പറഞ്ഞത്. പക്ഷെ അവർ വീട്ടുകാരെന്തുകൊണ്ടാണ് ഷിന്നിന് ഇങ്ങനെ വൃത്തികെട്ട രീതിക്ക് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ, ഒരാളെ പറ്റി എന്തിനാണ് രണ്ട് പേര് രണ്ട് തരത്തിൽ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടെന്നും പറഞ്ഞിട്ട് വിറ്റ കരയുക. ബൈ പറയും, ലോകം തന്നെ അങ്ങനെയാണ് മോളെ, കാരണം ഒരാളുടെ ജീവിതത്തിൽ നല്ലവനായിരിക്കുന്നോളും മറ്റൊരാളുടെ ജീവിതത്തിൽ നല്ലവനായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഇവൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. അവിടുന്ന് സീൻ കട്ടായി കഴിഞ്ഞ് ഇവരെല്ലാവരും ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് മിങ് ഒരു കാര്യം കണ്ടുപിടിക്കുവാണ്. നമ്മുടെ ഈ ഷിൻ ഉണ്ടല്ലോ, അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ഒരു പോസ്റ്റ് വന്ന് ഇവളൊരു ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് കിട്ടുവാണ്. അപ്പോൾ അത് കാണിക്കുന്ന സമയത്ത് വിറ്റ അത് വന്ന് നോക്കുക കേട്ടോ. അത് വന്ന് വേറെ ആരുമല്ല, നമ്മുടെ വിറ്റയുടെ ചേട്ടനുണ്ടല്ലോ വാസുവാണ്. അപ്പോൾ ഇതെല്ലാം കണ്ട് അവർ ഷോക്കാവുകയാണ്. അവിടുന്ന് സീൻ കട്ടായി കഴിഞ്ഞാൽ ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. നമ്മുടെ വാസു അതുപോലെ ഷിൻ രണ്ടുപേരും വന്നിട്ട് ഒരു 5 വർഷം മുമ്പ് വന്ന് പ്രണയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ലിവിങ് ടുഗദർ ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം വന്നിട്ട് ആ നല്ല മെമ്മറീസ് എല്ലാം ആലോചിച്ചുകൊണ്ട് നമ്മുടെ വാസു വന്നിട്ട് ഒരു ബാറിൽ ഇരുന്നിട്ട് ഡ്രിങ്ക്സ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് ഒരു പോലീസുകാരൻ വന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് വാസുവിനെ വിളിച്ചുകൊണ്ട് വരുവാണ്. എന്നിട്ടാണെങ്കിൽ വാസുവിന് ചോദ്യം ചെയ്യുന്നത് വന്നിട്ട് ഹാനാണ് കേട്ടോ. ഷിന്നിൻ്റെ വീട്ടിൽ നിന്ന് ഒരു സ്പെഷ്യലായിട്ട് അവൾ വായിക്കുന്ന ഒരു ബുക്ക് എടുത്തിട്ടുണ്ട്. ആ സെയിം ബുക്കിൻ്റെ ഒരു പതിപ്പ് വന്നിട്ട് നമ്മുടെ വാസുവിൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ അതിനകത്തൊരു സ്പെഷ്യലായിട്ടൊരു യുണീക്കായിട്ടുള്ളൊരു ബുക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചാണ് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സത്യം പറ, നീ അന്ന് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് വാസു പറയാണ്, ഞാൻ അന്ന് രാത്രി വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ അടുത്ത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ടാണെങ്കിൽ ചോദ്യം ചെയ്ത് കഴിഞ്ഞ് ഹാൻ പുറത്ത് വന്നിട്ട് പറയണം, എനിക്ക് വന്ന് ചോദ്യം ചെയ്തിട്ട് അതൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല, ഒന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും വന്ന് വിറ്റയെടുത്താണ് ചോദിക്കുന്നത്, കാരണം ഇവർ രണ്ടുപേരും ഒരു വീട്ടിലല്ലേ താമസിക്കുന്നത്. അപ്പോൾ വിറ്റയ്ക്ക് അറിയാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നത്. വിറ്റ പറഞ്ഞ്, ഞാൻ വന്നൊന്നും ശ്രദ്ധിച്ചില്ല, ആക്ച്വലി വീട്ടിലുണ്ടോയെന്നും എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്, അതുകൊണ്ട് എനിക്കതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന് പറയുവാണ്. ഇനിയാണെങ്കിൽ ബൈ ചോദിക്കുകയാണ്, നീ ഈ ബുക്ക് മാർക്ക് മുമ്പ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുക. പക്ഷേ ഇവൻ മണത്ത് നോക്കുമ്പോഴൊന്നും അതിന് സ്മെല്ലൊന്നുമില്ല. അപ്പോൾ വന്നിട്ട് നിക്ക് മുന്നോട്ട് വന്നിട്ട് ആ ബുക്ക് മാർക്ക് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലൗസ് ഒക്കെ ഇട്ട് അത് വാങ്ങിച്ചൊന്ന് കത്തിക്കുന്ന സമയത്താണെങ്കിൽ ആ ഒരു ഷെൽഫിനകത്ത് ആ ഡ്രസ്സിന് ഒരു സ്പെഷ്യൽ സ്മെല്ലുണ്ടല്ലോ, ആ സെയിം സ്മെല്ല് വന്നിട്ട് ആ ഒരു ബുക്ക് മാർക്കിനകത്ത് നിന്ന് നമ്മൾ ചന്ദനത്തിരി കത്തിച്ച് എങ്ങനെ മണം വരും അതുപോലെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവർക്ക് വന്നിട്ട് നമ്മുടെ വാസുവിനെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡൗട്ട്. മാത്രമല്ല വേറൊരു കാര്യം കൂടി അറിയുകയാണ്, നമ്മുടെ ഈ ഒരു ഷിൻ എന്ന് പറയുന്ന ഇച്ചിരി ബിസിനസ് ഫാമിലിയിൽ നിന്ന് വരുന്ന പെണ്ണല്ലേ, അതുകൊണ്ട് തന്നെ അവർ മീറ്റിംഗ് കൂടുന്ന ക്ലബ്ബിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ വാസു പോകാറുണ്ട്. അപ്പോൾ ഇവർ ബ്രേക്കപ്പിന് ശേഷം പിന്നെയും കാണുന്നുണ്ടോ എന്നുള്ള കാര്യം ഇവർക്കിപ്പോൾ പിന്നെയും ഡൗട്ട് ആവുകയാണ്. അപ്പോൾ വിറ്റ ഇവരുടെ അടുത്ത് പറയാണ്, ഞാൻ വന്നിട്ട് വാസുവായിട്ട് നല്ല ക്ലോസ് ആവും, കള്ളം പറഞ്ഞാൽ പോലും എനിക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ഞാൻ അവനെ ചെന്നിട്ട് ചോദ്യം ചെയ്യട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ബൈ പറയാം, വിറ്റ നിനക്കൊരു കാര്യം അറിയോ, നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും സസ്പെക്ട്സ് ആണെങ്കിൽ നമ്മൾ ആ കേസിൽ നിന്ന് മാറി നിൽക്കണം, അതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് നിയമം. അവിടെ തന്നെ നീ ഇങ്ങനെ എങ്ങാനും കയറി ഇടപെട്ടെന്നെങ്ങാനും മേലുദ്യോഗസ്ഥന്മാർ ആരെങ്കിലും അറിഞ്ഞാൽ അത് എനിക്കാ പണി, അവിടെ അത് വേണ്ടെന്ന് പറയുന്ന സമയത്ത് വിറ്റ പറയണം, എനിക്ക് ഒരേ ഒരു ചാൻസ് തന്നാൽ മതി, ഇത് കഴിഞ്ഞ് ഈ കേസിനകത്ത് ഞാൻ ഇൻവോൾവ് ആവത്തില്ല, ഞാൻ ഇരുന്ന് മാറിയെന്നാണ്. അവൾ അങ്ങനെയൊക്കെ വാക്ക് കൊടുത്തുകൊണ്ട് തന്നെ ബൈ ഇവൾക്ക് ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരം കൊടുക്കുവാണ്. എന്നിട്ട് വിറ്റ് ചെന്ന് വാസുവിനോട് ചോദിക്കുകയാണ്, നീ എൻ്റെ അടുത്ത് ഒരു കാര്യം മറയ്ക്കാറില്ലെന്നല്ലേ പറഞ്ഞത്, പക്ഷെ നീ ഷിന്നിൻ്റെ കാര്യം മാത്രം എന്തിനാ എൻ്റെ അടുത്ത് പറഞ്ഞു, സത്യം പറ, നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു സംഭവം എന്ന് ചോദിക്കണം. അപ്പോൾ നമ്മുടെ വാസു നടന്ന കാര്യം പറയുകയാണ്, ഇവൻ വന്നിട്ട് പുറത്ത് പഠിക്കാനായിട്ട് പോയ സമയത്തും ഇവനും ഷിന്നും തമ്മിൽ റിലേഷൻഷിപ്പ് ആയിരുന്നു. ആയ സമയത്തും ഇവൾ ഗിഫ്റ്റായിട്ട് കൊടുത്താണ് ഈ ബുക്ക് മാർക്ക്, അത് ഇപ്പോഴും അവൻ കൈ വെച്ചിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ എങ്ങനെ ബ്രേക്കപ്പ് ആയെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൻ പറയുകയാണ്, ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പുറത്ത് പഠിക്കുന്ന സമയത്ത് അവൾ വന്ന് വലിയൊരു ഫാമിലിയിൽ നിന്ന് വരുന്നത്, ഇവനാണെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നല്ലേ വരുന്നത്, അതുകൊണ്ട് ഇവൻ്റെ കയ്യിൽ വലിയ പൈസയൊന്നുമില്ല, അവളെ നോക്കാനോ അവളുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാനോ പൈസയില്ല. അപ്പോൾ ഒരു ദിവസം ഇവൾ പറയുവാണ്, നിൻ്റെ കൂടെ ജീവിച്ച് ഞാൻ ആദ്യം വിചാരിച്ച് നിൻ്റെ കൂടെ ജീവിക്കുന്നത് എനിക്ക് സന്തോഷമാണ്, പക്ഷെ പോകെ ഞാൻ നിനക്കൊരു ഭാരമായിട്ട് വരുവാണല്ലോ, അവിടെ ഈ ലൈഫ് സെറ്റ് ആവത്തില്ല, നിൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ബ്രേക്കപ്പ് ചെയ്യാം. വിറ്റിയും അതുപോലെ തന്നെ വാസുവും തമ്മിൽ സംസാരിക്കുന്നതെല്ലാം വന്ന് അവരുടെ CCTV ക്യാമറ പതിയത്തില്ലേ, അത് വന്നിട്ട് ഒരു ഭാഗത്തിരുന്നുകൊണ്ട് നമ്മുടെ ബൈ ആണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ബൈ വന്ന് ബാക്കിയുള്ള നമ്മുടെ മിങ്ങിൻ്റെ അടുത്തും അതുപോലെ തന്നെ നിക്കിൻ്റെ അടുത്തൊക്കെ പറയുവാണ്, കണ്ടില്ല അവൾ വന്നിട്ട് ഇപ്പോൾ നോർമലി ഒരു പോലീസുകാരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്, അവൾക്ക് അവളുടെ ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്ത് വർക്ക് ചെയ്യാൻ അവൾ പഠിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവർക്കൊരു ഡ്യൂട്ടിയും കൂടി കൊടുക്കുവാണ്. ഈ ബാർ ഒരു ക്ലബ്ബ് എന്ന് പറഞ്ഞില്ല, ആ ക്ലബ്ബിൽ വന്നിട്ട് നിങ്ങൾ പോലീസുകാരായിട്ട് പോകാതെ തന്നെ അവരിൽ ഒരാളായിട്ട് പോയിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ എത്ര CCTV ക്യാമറ ഉണ്ടെന്നും അടുത്ത ഫൂട്ടേജ് എല്ലാം ഒപ്പിച്ചുകൊണ്ട് വരാൻ പറ്റുമെങ്കിൽ ഒപ്പിച്ചുകൊണ്ട് പോവാം, നമുക്കൊന്ന് വാസു നിരപരാധിയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
അപ്പോൾ വിറ്റ പുറത്ത് വരുന്ന സമയത്ത് ബൈ പറയാം, നീ ഇപ്പോൾ തന്നെ ലീവ് എടുത്ത് പൊക്കോ, കാരണം വെച്ചാൽ നീ ഇതിൽ ഇൻവോൾവ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മേലുദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് എനിക്കായിരിക്കും പ്രഷർ വരുന്നത് എന്ന് പറയുമ്പോൾ ഇവള് ശരി ക്യാൻറ്റീനിലൊക്കെ പോയിരിക്കുക. പക്ഷെ അവൾ അതുവരെ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. പക്ഷേ ഈ കാര്യം ബൈക്ക് അറിയാവുന്നുണ്ട്. ബൈ ചെന്നിട്ട് ചോദിക്കുക, നീ ഒന്നും കഴിക്കുന്നില്ലെന്ന് ചോദിക്കുകയാണ്. മാത്രമല്ല ബൈ ആണെങ്കിൽ ബാക്കിൽ ആൾക്ക് വേണ്ടി ഒരു സാൻഡ്വിച്ചൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്ന് നിൽക്കുന്നത്. പക്ഷെ അതൊന്നും അവൻ കാണിക്കുന്നില്ല. അപ്പോൾ അവൾ പറയും, എനിക്കിപ്പോൾ വിശപ്പൊന്നുമില്ല, ഒന്നും വേണം, ഞാൻ ഇച്ചിരി നേരം ഒറ്റയ്ക്ക് എടുക്കട്ടെ എന്ന് പറയുന്ന സമയത്ത് ബൈ ആണെങ്കിൽ തിരിഞ്ഞു പോകുമ്പോൾ ഇവളിത് കാണാതെ തന്നെ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് പോകുന്നത്. അവിടുന്ന് സീൻ കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ മിങ്, ലിങ്, നിക്ക്, അപ്പോൾ ഇവർ 3 പേരും കൂടിയിട്ട് ഷോപ്പിംഗ് മോളിൽ പോയേക്കുക. വേറെ ഒന്നുമില്ല, ഇവർ വന്ന് അവരിൽ ഒരാളായിട്ട് തന്നെ പോയിട്ട് വേണ്ടേ ആ ഒരു ക്ലബ്ബിൽ അന്വേഷിക്കാൻ. അപ്പോൾ ഇവർ വിചാരിക്കുവാണ് നമ്മുടെ മിങ്ങിനെ വിടാം, ഒരു പെണ്ണായിട്ട് വിട്ടിട്ട് അവളിങ്ങനെ പോകുന്ന പോലെ അവളെ അങ്ങ് വിടാമെന്ന് വിചാരിച്ചിട്ട് അവൾക്ക് വേണ്ടി ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലിങ്ങിന് വന്നിട്ട് മിങ്ങിൻ്റെ അടുത്ത് ചെറിയ ക്രഷൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഇച്ചിരി ഇറക്കം കുറവുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമ്മുടെ ലിങ്ങാണ് പറയുന്നത്, എടി കുറച്ചുകൂടി ഇറക്കമുള്ള ഡ്രസ്സ് ഇടുന്നൊക്കെ പറയുന്നത്. പക്ഷെ നിക്ക് അവിടെ നിന്ന് പറയുന്നത് ഇച്ചിരി ഇറക്കം കുറഞ്ഞാലും കുഴപ്പമില്ല, അവർ വിശ്വസിക്കണമെങ്കിൽ അങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം റെഡ് കളർ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തിട്ടാണ് അവർ അവിടെ നിന്ന് വന്നിട്ട് ആ ക്ലബ്ബിൽ പോകാനായിട്ട് നിൽക്കുന്നത്. ക്ലബ്ബിൽ പോകുന്ന സമയത്ത് ഇവിടെ ചെവിയിൽ വന്നിട്ട് ഒരു സംഭവം, ഒരു ഹെഡ്ഫോൺ പോലത്തെ ഒരു സംഭവം കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വഴിയിട്ട് ലിങ്ങിന് വന്ന് മിങ്ങിൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ടാണെങ്കിൽ ഇവളിങ്ങനെ നടന്നു പോകുന്ന കാണുന്ന സമയത്തും നമ്മുടെ ലിങ്ക് അതിങ്ങനെ മതി പറഞ്ഞ് നോക്കി നിന്നിട്ട് ഇവളെ പേരറിയാതെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവളെ എന്തോ കാര്യം ഇവൻ പറയാനെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു പോകുന്ന സമയത്ത് ഇവൻ പറഞ്ഞു, അയ്യോ അതൊന്നുമല്ല, ഞാൻ നിനക്ക് ചെവി ശരിക്ക് കേൾക്കാനുണ്ടോ, കോളിൽ കറക്റ്റ് കണക്റ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാ, വേറെ ഒന്നുമല്ലെന്ന് പറഞ്ഞിട്ട് ഇവളെ പറഞ്ഞിട്ടോ എല്ലാം സേഫായിട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവളെ പറഞ്ഞു വിടുന്നത്. ഇനി അവൾ അവിടെ ചെന്നിരുന്നതിന് ശേഷം ഡ്രിങ്ക്സ് എല്ലാം ഓർഡർ ചെയ്ത് നൈസിനെ അവളെ സെൽഫി എടുക്കുന്ന പോലെ ഫോട്ടോ ഒക്കെ എടുക്കാൻ നിൽക്കുക. പക്ഷേ അവിടെയുള്ള ഒരു ബോഡി ഗാർഡിന് ഡൗട്ട് വന്നിട്ട് ആൾ പറയുവാണ്, എൻ്റെ ബോസ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് ഫോൺ ചെക്ക് ചെയ്യണമെന്ന്, കാരണം നിങ്ങൾ ഇവിടെയുള്ള കാര്യങ്ങൾ ആരും അറിയാതെ ഫോട്ടോ എടുക്കുകയെന്ന് ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, ചെക്ക് ചെയ്യാൻ പറയുന്ന സമയത്ത് നമ്മുടെ മിങ് അതിനെ സമ്മതിക്കാതെ പറഞ്ഞു, ഇത് എൻ്റെ പേഴ്സണൽ സാധനം, ഇതൊന്നും എനിക്ക് തരാൻ പറ്റുന്ന പറഞ്ഞിട്ടും ഇവർ തമ്മിൽ വഴക്കാവും. ആ സമയത്തും അവിടെയുള്ള ഒരു സെർവൻറ്റ് ലേഡി വന്നിട്ട് ഇവരെ അറിയാതെ തട്ടുക. അത് വേറെ ആരുമല്ല, നമ്മുടെ വിറ്റ വന്ന് വേഷം മാറി അവിടുത്തെ ഒരു സെർവൻറ്റ് പോലെ വന്നിട്ടുള്ളതാണ്. എന്നിട്ടാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ നമ്മുടെ മിങ്ങും അതുപോലെ വിറ്റയും കൂടിയിട്ട് വാഷ്റൂമിൽ ചെന്നത് തട്ടി വീണത് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്ന പോലെ ചെന്ന് കയറി നിൽക്കുക കേട്ടോ. എൻ്റെ വിറ്റ പറയാറ്, നീ ഇവിടെ അധികം നേരം നിൽക്കേണ്ട പ്രശ്നമാവും, കാരണം നിങ്ങൾക്ക് വേണ്ട എല്ലാ എവിഡൻസും എടുത്തിട്ടുണ്ട്, മാത്രമല്ല ഇവിടുത്തെ എല്ലാ CCTV ഫുട്ടേജ് എൻ്റെ കയ്യിലൊരു പെൻ ഡ്രൈവിലുണ്ട്, നീ പേടിക്കണം, നമുക്ക് ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കുറേ തടിമാരന്മാർ വന്നിട്ട് ഇവരങ്ങ് വളയുവാണ്. ഇവർക്കൊരു വേറെ വഴിയില്ലോ, അവിടെ തന്നെ അവർക്ക് തള്ളിയിട്ടിട്ട് ഓടി രക്ഷപ്പെട്ട് പോവുക. പക്ഷെ ഓടി രക്ഷപ്പെട്ട് ഇവർ റോട്ടിലെത്തി രക്ഷപ്പെട്ടെന്ന് വിചാരിക്കുന്ന സമയത്ത് കുറേ പേര് അവിടെ നിന്ന് ഇവിടെ നിന്നും വളയുക. മാത്രമല്ല മിങ്ങിനാണെങ്കിൽ ഇവർ ഡീൽ ചെയ്യാൻ പറ്റില്ല, ഇത്രയും പേര് ഒരുമിച്ച് വന്നതല്ലേ. വിറ്റയ്ക്കാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ അറിയത്തില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഇവരാണെങ്കിൽ വിറ്റയുടെ വയറ്റിനിടിക്കുന്നുണ്ട്, മിങ്ങിനായിട്ട് ഭയങ്കരമായിട്ടായിട്ട് ഇവർ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് കറക്റ്റ് അങ്ങോട്ട് ബൈ വന്ന് ഇവരെല്ലാം ഫൈറ്റ് ചെയ്തിട്ടിട്ട് ഇവരെ രക്ഷിച്ചുകൊണ്ട് പോവാണ്. എന്നിട്ടാണെങ്കിൽ ഓഫീസിലെത്തിയതിന് ശേഷം നമ്മുടെ മിങ് അതുപോലെ വിറ്റ 2 പേരെയും നിർത്തിയിട്ട് ബൈ ചോദ്യം ചെയ്യാൻ പോവാട്ടോ. എന്നിട്ട് വന്നിട്ട് വിറ്റ ചോദിക്കും, നിനക്ക് എന്താ ഞാൻ പറയുന്ന ഓർഡേഴ്സ് എല്ലാം തമാശയായിട്ടാണോ ചോദിക്കുന്നത്. അപ്പം മിങ് വന്ന് വിറ്റയെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ബൈ ചോദിക്കുകയാണ്, മിങ് പിന്നെ നിൻ്റെ അടുത്തൊരു കാര്യം, നിൻ്റെ അടുത്ത് മിഷൻ്റെ പ്രൊസീജിയേഴ്സ് ഇല്ലേ, അതുപോലെ വേണ്ട നീ എന്ത് പരിപാടിയെ കാണിച്ചതെന്ന് പറയുന്ന സമയത്ത് വിറ്റ പറയണം, ഇതിനൊക്കെ ഉത്തരവാദി ഞാനാണ്, ഞാൻ ഈ ഇടയിൽ കയറി വന്നില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ലായിരുന്നെന്ന് പറയണം. അപ്പോൾ ബൈ ചോദിക്കുവാണേ, അപ്പോൾ ബൈ ചോദിക്കുവാണ്, നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കാം. അപ്പോൾ നമ്മുടെ വിറ്റ പറയുകയാണ്, ഈ പ്രോസസ്സ് ഭയങ്കരമായിട്ട് ടൈം എടുക്കുന്നുണ്ട്, ഒരു ദിവസം ഒബ്സർവേഷൻ, ഒരു ദിവസം പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ട് 4-5 ദിവസം എടുക്കും, അതുകൊണ്ടത് പെട്ടെന്ന് സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുവാണ്. ബൈ ചോദിക്കുക, നീ എന്താ പറഞ്ഞു തരുന്നത്, ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് കേസ് അന്വേഷിക്കുന്നതെന്നാണോ നീ പറയാൻ വരുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവരാണെന്ന് പറയാണ്, സാധാരണ ഒരു പോലീസ് ഓഫീസർ മേലുദ്യോഗസ്ഥന്മാർക്ക് റെസ്പെക്റ്റ് കൊടുത്തു വേണം സംസാരിക്കുകയാണെന്ന് ബാക്കിയുള്ള പോലീസുകാർ ഹാനും ബാക്കിയുള്ളവർ സംസാരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ വിറ്റ പറയാം, എനിക്ക് നിങ്ങളടുത്ത് റെസ്പെക്റ്റ് ഉണ്ട്, പക്ഷേ എങ്കിലും നിങ്ങളിപ്പോൾ ഈ കാണിച്ച പ്രൊസീജിയറിനോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് പറയുന്ന സമയത്തും അപ്പോൾ ബൈ ഒരു കാര്യം പറയാം, അപ്പം നിനക്ക് ഈ ടീമിലുള്ള ആരെയും വിശ്വാസമില്ല, നിൻ്റെ കാര്യം നീയായിട്ട് തന്നെ ചെയ്യാനായിട്ട് തീരുമാനിച്ചു, നിനക്കൊരു കാര്യം അറിയോ, നിൻ്റെ ചേട്ടൻ നിരപരാധിയാണെന്ന് കുറച്ച് നേരം മുമ്പേ ഞങ്ങൾ തെളിയിച്ചതാണ്, അതിന് ഈ ഒരു പ്രൊസീജിയറിൻ്റെ കാര്യമൊന്നും വന്നില്ല, ചേട്ടൻ്റെ കയ്യിലൊരു വാച്ച് ഇല്ലായിരുന്നു, അതിലെ ഹാർട്ട് ബീറ്റ് നോക്കിയപ്പോൾ ആൾ ഉറങ്ങുക പ്രൂവ് ചെയ്യാൻ പറ്റി, അതിന് പിന്നെ നീ ഇങ്ങനൊരു തോന്നിവാസം കാണിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കുള്ള അപ്പോളജി ലെറ്റർ മര്യാദയ്ക്ക് നാളെ തന്നെ ഇവിടെ സബ്മിറ്റ് ചെയ്തോളാമെന്ന് പറഞ്ഞിട്ട് ബൈ ദേഷ്യം വന്ന് നടന്ന് പോകാം. അപ്പോൾ നമ്മുടെ മിങ്ങൊരു കാര്യം കൂടി പറയാൻ, നിനക്കൊരു കാര്യം അറിയോ, ഇന്നലെ നീ ആ കേസിനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തില്ല നിൻ്റെ ചേട്ടനുമായിട്ട്, ആ സമയത്ത് നമ്മുടെ ക്യാപ്റ്റൻ പറഞ്ഞൊരു കാര്യം, നിനക്ക് വർക്കിൽ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ നീ പഠിച്ചൊരു നല്ല പോലീസ് ഓഫീസറായി വരുന്നെന്നാണ് പറഞ്ഞ് എന്നൊക്കെ പറയുവാണ്. മാത്രമല്ല ആൾക്ക് നിൻ്റെ മേൽ അത്രയും വിശ്വാസം ഉണ്ടായിരുന്നുകൊണ്ട് ഈ കേസിൽ നീ ഇൻവോൾവ് ആയ ആൾക്ക് പ്രശ്നം വരുമെന്ന് അറിഞ്ഞിട്ട് പോലും നീ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന്
ആളൊന്നും പറയാതിരുന്നു. എന്നിട്ട് നീ ഇങ്ങനെ ചെയ്തത് ശരിയായില്ലെന്ന് പറഞ്ഞിട്ട് മിങ് അവിടെ നിന്ന് പോവാം. സത്യം ഇതെല്ലാം കൂടി കേട്ടപ്പോഴാണ് നമുക്ക് വിറ്റയ്ക്ക് വന്നിട്ട് ബൈ വന്നിട്ട് ഇവൾ അത്രയും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ വിശ്വസിക്കുന്നുള്ള കാര്യം മനസ്സിലായത്. അപ്പോൾ ആ ഒരു കാര്യം ആലോചിച്ചിട്ട് വിറ്റയ്ക്ക് നല്ല സങ്കടം വരുവാണ്. എന്നിട്ടാണ് ഈ വിറ്റ വന്നിട്ട് അവൾ ടേബിളിൽ ചെന്നിരുന്നിട്ട് ആ ഒരു കബോർഡ് തുറന്ന് നോക്കുന്ന സമയത്ത് അതിനകത്ത് അന്ന് നമ്മുടെ ബൈ ഒരു സാൻഡ്വിച്ച് കൊണ്ടുവന്ന് വെച്ച് കാണത്തില്ലേ, അതുണ്ട്. അത് ആക്ച്വലി ബൈ കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ അവളൊരു കാര്യം ആലോചിക്കും, അന്ന് വന്ന് ഫുഡ് കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് ഇവൻ തിരിയുന്ന സമയത്ത് ഇവൾ നൈസനായിട്ട് സൈഡിൽ നിന്നും ഈ ഒരു സാൻഡ്വിച്ചിൻ്റെ കവർ കണ്ടു കാണും. അപ്പോൾ ഇവൻ ഇത്രയൊക്കെ ഹെൽപ്പ് ചെയ്തത് കൊണ്ട് തന്നെ ഇവളാണെങ്കിൽ ആ ഒരു സാൻഡ്വിച്ച് എടുത്ത് കഴിക്കുവാണ്. എന്നിട്ട് അന്ന് രാത്രി ഇവൾ റിട്ടേൺ വീട്ടിൽ വരുന്ന സമയത്ത് ഓൾറെഡി അവളുടെ ചേട്ടൻ അവിടെ കാണും കേട്ടോ. അപ്പോൾ ചേട്ടൻ ചോദിക്കുവാണ്, നീയും ക്യാപ്റ്റനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് പോകുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അവൾ പറയും ഞങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ വന്നിട്ട് നിരപരാധിയാന്ന് തെളിയിച്ച് കാണത്തില്ലേ. എന്നിട്ട് ബൈ വന്ന് പറഞ്ഞു കാണും, ഞങ്ങൾ വന്നിട്ട് ഒരു നിരപരാധിയും ശിക്ഷിക്കാനും വിടത്തില്ല, തെറ്റ് ചെയ്ത ഒരാളെയും ഞങ്ങൾ വെറുതെ വിടത്തൂലെന്ന് പറഞ്ഞു കാണും. അപ്പോൾ നമ്മുടെ ഈ ചേട്ടൻ വാസുവില്ല, ആൾ ഒരേ ഒരു കാര്യം എനിക്ക് റിക്വസ്റ്റ് ചെയ്തത്, എൻ്റെ അനിയത്തിനെ എങ്ങനെയെങ്കിലും ഈ പോലീസ് ജോലിയിൽ നിന്ന് ഒഴിവാക്കി തരണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ലൈഫ് റിസ്ക് ചെയ്തിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്ന സമയത്ത് എൻ്റെ ഭയ പറയും, ഇത് നമ്മൾ രണ്ടുപേരും ഇല്ല തീരുമാനിക്കേണ്ടത്, അവൾ തീരുമാനിക്കേണ്ട കാര്യമാണ്, അവൾക്ക് ഇതാണ് ഇഷ്ടമെങ്കിൽ അത് അങ്ങനെ നടക്കട്ടെ എന്നുള്ള കാര്യം ഭയ പറഞ്ഞു കാണും. അപ്പോൾ ഈ കാര്യമെല്ലാം വന്ന് വാസു വന്നിട്ട് വിറ്റിയുടെ അടുത്ത് പറയുവാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് സീൻ കിട്ടായി കഴിഞ്ഞാൽ പിറ്റേന്ന് കാണിക്കുവാണ്. വിറ്റിയാണെങ്കിൽ നമ്മുടെ ബൈനെ കാണാൻ ചെന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാവർക്കും അപ്പോളജി ലെറ്റർ കൊടുത്തിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് മാത്രമേ അപ്പോളജി തരാനുള്ളൂ എന്ന്. അപ്പോൾ ബൈ പറയാണ്, ആ കാര്യം എൻ്റെ അടുത്ത് നിങ്ങൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, നീ എന്തുവാ ഇത്രയും ഫോർമലായിട്ടൊക്കെ അപ്പോളജി ലെറ്റർ എഴുതുന്നത്, ഇനി അടുത്ത പ്രാവശ്യം തൊട്ട് അപ്പോളജി ലെറ്റർ എഴുതുമ്പോൾ ഇത്രയ്ക്ക് അങ്ങ് ഫോർമലാക്കണ്ടെന്നൊക്കെ പറയുവാണ്. എന്നിട്ട് വിറ്റ പറയുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി സാൻഡ്വിച്ചൊക്കെ അവിടെ വെച്ചില്ലായിരുന്നു, അതിന് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഇവളൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ട് ഇവളൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കി ബൈനും കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൊടുത്തിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ കൈ കൊണ്ട് സ്വയം ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഇവളവിടെ നിന്ന് പോവാം. ഈ ബൈയാണെങ്കിൽ ഇവൾ പോകുന്നത് കാത്തിരിക്കുവാന്ന് തോന്നുന്നു കേട്ടോ. ഇവൾ പോയോണ്ട് വെപ്രോളപ്പെട്ട് ആ സാൻഡ്വിച്ചൊക്കെ എടുത്ത് അവൻ കഴിക്കുവാണ്. എന്നിട്ട് പറയുകയാണ്, ഇവൾക്ക് സാൻഡ്വിച്ചും ഉണ്ടാക്കാൻ അറിയാമായിരുന്നു എന്ന്. അവിടെ നിന്ന് സീൻ കട്ടായി കഴിഞ്ഞാൽ ഇവരൊരു മീറ്റിംഗ് റൂമിൽ കൂടിയേക്കുവാണ്. അവിടെ വെച്ചിട്ട് ലിങ് ഒരു കാര്യം പറയുവാണ്, സോങ് എന്ന് പറയുന്ന ഒരാൾ ജെംസ്റ്റോൺ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രസിഡൻ്റാണ്. അപ്പോൾ അയാൾ വന്നിട്ട് ഒരു ലേലം നടത്തുന്നുണ്ട്. ആ ലേലത്തിൽ പങ്കെടുക്കാനായിട്ട് എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ നമ്മൾ ഷിൻ പോവാറുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബിസിനസ് ഫാമിലിയും അതുപോലെ തന്നെ ഷിന്നും തമ്മിൽ നടക്കുന്ന പൈസ ട്രാൻസാക്ഷനൊക്കെ ഉണ്ടല്ലോ, അത് ഏതോ ഒരു പ്രൈവറ്റ് അക്കൗണ്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെയോ അക്കൗണ്ടൊന്നും അല്ല. അപ്പോൾ ഇവർക്ക് ഡൗട്ട് എന്ന് വെച്ചാൽ ഇത്രയും മില്യൺസ് ഓഫ് പൈസ ഒരു പ്രൈവറ്റ് അക്കൗണ്ടിലേക്ക് ഷിൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ വേറെ എന്തോ ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യമുണ്ട്. മാത്രമല്ല നമ്മുടെ വർഷത്തിന് നടുക്കാണ് ഇവരുടെ ഈ ലേലം മെയിനായിട്ട് വരുന്നത്. പക്ഷെ അവൾ എല്ലാ ആഴ്ചയിലും ഇങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൽ വേറെ എന്തോ ഒരു കാര്യമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷിക്കാനായിട്ട് ബൈ വന്ന് പിറ്റേന്ന് തന്നെ അങ്ങോട്ട് പോകാനായിട്ട് തീരുമാനിക്കുവാണ്. അപ്പോൾ വന്നിട്ട് എടുത്തുടനെ നമ്മുടെ മിങ് വന്നിട്ട് ചോദിക്കുവാണ്, ഈ ഒരു ലേലത്തിന് പ്രത്യേകത ഒന്നെങ്കിൽ കല്യാണം കഴിച്ചവർ അല്ലെങ്കിൽ കപ്പിൾസ് അവർക്ക് ഈ ലേലത്തിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ബൈ വന്നിട്ട് വിറ്റിയോട് ചോദിക്കണം, എന്നാൽ നീ എൻ്റെ ലവർ ആയിരിക്കും എന്ന് ചോദിക്കണം. അപ്പോൾ വിറ്റിയും ഓക്കെ ഞാൻ ആയിക്കോളാം എന്ന് പറയണം. ഈ സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.